Good morning to all. Today we firstly discussed about the emerging business models. In the previous class we also discussed about the business models, that means commonly used business models or digital marketing models. Today we discussed about emerging business model. The first we discussed about consumer to consumer, that means C2C business model. The C2C business model we can discuss the previous class. C2C means consumer to consumer business provide a platform for a consumer to sell to each other with the help of an online business. ദാറ്റ് മീൻസ് എന്താ പറയുന്നത്, കൺസ്യൂമർ ടു കൺസ്യൂമർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. കൺസ്യൂമർ ടു കൺസ്യൂമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്യൂമേഴ്സിന് അവരുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ കൺസ്യൂമർ ടു കൺസ്യൂമർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം OLX, eBay പോലെയുള്ളതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. OLX എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഓൾറെഡി നമ്മൾ യൂസ് ചെയ്ത ഐറ്റംസ്, ദാറ്റ് മീൻസ് സെക്കൻഡ് ഹാൻഡ് പ്രൊഡക്ട്സ് ആയി അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് സെല്ല് ചെയ്യാൻ ആയിട്ട് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നതാണ് ഈ OLX ഒക്കെ പോലെ. ദാറ്റ് മീൻസ് അതാണ് കൺസ്യൂമർ, നമ്മൾ കൺസ്യൂം ചെയ്യാനായിട്ട് വാങ്ങിച്ചൊരു ഐറ്റം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ റീസെല് ചെയ്യുന്നു. സോ അതാണ് കൺസ്യൂമർ ടു കൺസ്യൂമർ എന്ന് പറയുന്നത്. The first and best example of this type of business is eBay.com, utilizing the marketed creator business model. That means eBay ആണ് അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ C2C നമ്മൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല, കാരണം നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തതാണ്. സോ അപ്പോൾ കൺസ്യൂമർ ടു കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കൺസ്യൂമേഴ്സിന് അവർ കൺസ്യൂം ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് റീസെല് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് വേറൊരു പേഴ്സണിലേക്ക് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് C2C എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് എമർജിങ് ട്രെൻഡ്സ് ഇൻ ബിസിനസ് മോഡൽസിൽ വരുന്നതാണ് പിയർ ടു പിയർ, ദാറ്റ് മീൻസ് P2P ബിസിനസ് മോഡൽസ്. ദാറ്റ് മീൻസ് പിയർ ടു പിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സെയിം കാറ്റഗറി ഓഫ് പീപ്പിൾസിനെയാണ് നമ്മൾ പിയർ ഗ്രൂപ്പ്സ് എന്നൊക്കെ പറയുന്നത്. സോ അപ്പോൾ സെയിം കാറ്റഗറിയിലുള്ള പേഴ്സൺസ് തമ്മിൽ അവരുടെ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യാൻ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ് പിയർ ടു പിയർ ബിസിനസ് മോഡൽസ് യൂസ് ചെയ്യുന്നത്. Like the C2C model, the P2P business model connect user and enabling them to share files and computer resources without a common server. അതായത് ഒരു കോമൺ സെർവർ ഇല്ലാണ്ട് തന്നെ ഒരു പേഴ്സൺസിന്, അതായത് ഒരു യൂസേഴ്സിന് അല്ലെങ്കിൽ ഒരു അവരുടെ ഫയൽസ് ഷെയർ ചെയ്യാൻ, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ റിസോഴ്സസൊക്കെ ഒരു കോമൺ സെർവർ ഇല്ലാണ്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പിയർ ടു പിയർ എന്ന് പറയുന്നത്. അപ്പോൾ P2P ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണക്റ്റിംഗ് യൂസേഴ്സ്, അതായത് യൂസേഴ്സിനെയാണ് കണക്ട് ചെയ്യുന്നത് ടു എനേബിളിംഗ് ദ ടു ഷെയർ ഫയൽസ് ആൻഡ് കമ്പ്യൂട്ടർ റിസോഴ്സസ് വിത്ത് എ കോമൺ സെർവർ. ഒരു കോമൺ സെർവർ ഇല്ലാണ്ട് തന്നെ യൂസേഴ്സിന് അവരുടെ ഫയൽസ് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ റിസോഴ്സസൊക്കെ എനേബിൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ P2P എന്നുള്ളൊരു മോഡൽ യൂസ് ചെയ്യുന്നത്. The focus in P2P companies is helping the individuals make information available for anyone's use by connecting users on the web. അതായത് P2P കമ്പനീസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസിനെയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്കിംഗ് ഇൻഫോർമേഷൻ അവൈലബിൾ ഫോർ എനിവൺ. ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇൻഫോർമേഷൻസ് അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻലി ഈ P2 കമ്പനീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതും. അവരുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ യൂസേഴ്സിനും അവരുടെ ഇൻഫോർമേഷൻസ് ആക്സസ് ചെയ്യുക അല്ലെങ്കിൽ അവൈലബിൾ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. നെക്സ്റ്റ് പറയുന്നതാണ് M-commerce ബിസിനസ് മോഡൽസ്. M-commerce എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് കൊമേഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ദ വേ ഓഫ് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ബിസിനസ് അല്ലെങ്കിൽ ട്രേഡ് നടത്തുന്നതിനെയാണ് M-commerce എന്ന് പറയുന്നത്. So, M-commerce model permit mobile access to the web. The wireless network utilize newly available bandwidth and communication protocol to connect mobile users to the internet. അതായത് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനെയാണ് M-commerce ബിസിനസ് മോഡൽസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ വയർലെസ് ഡിവൈസ് ആണ്. സോ വയർലെസ് ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് M-commerce ബിസിനസ് മോഡൽസ് യൂസ് ചെയ്യുന്നത്. So these three are the emerging business models: C2C,
P2P and m-commerce business models. Next we discussed about business suited for internet. What type of business are most suitable for the internet? അതായത് എന്ത് ടൈപ്സ് ഓഫ് ബിസിനസ്സിനാണ് ഇൻ്റർനെറ്റ് മെയിൻലി സ്യൂട്ട് ആവുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അത് സെവറൽ കാറ്റഗറീസ് നമ്മൾ പറയുന്നുണ്ട്. പ്രൊഫഷണൽ സർവീസസ്, ഡിജിറ്റൽ ഗുഡ്സ്, publishing and catalogs. These are the main category for business suitable for internet. First we discussed about professional services. The professional services is based businesses are well suited for the internet because the primary service they provide the information based. The professional service based business എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഡൺ ചെയ്യാൻ പറ്റാവുന്നതാണ് പ്രൊഫഷണൽ സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ അകത്ത് പ്രൈമറി സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രൊഫഷണൽ സർവീസസിൽ ഇൻ്റർനെറ്റ് മെയിൻലി സ്യൂട്ട് ആവുന്നതെന്ന് പറയുന്നത്. അതായത് ഫ്രീലാൻസ് റൈറ്റേഴ്സ് അങ്ങനത്തെ, അതായത് ജേണൽസ് എഴുതുന്നവർ, ഫ്രീലാൻസ് പോലെ ഗ്രാഫിക് ഡിസൈനേഴ്സ്, അവരൊക്കെ ആരാണ്? പ്രൊഫഷണൽസാണ്. അവരൊക്കെയാണ് മെയിൻലി കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഫ്രീലാൻസ് റൈറ്റേഴ്സിന്, അതേപോലെ തന്നെ ആർട്ടിക്കിൾ എഴുതുന്നവർക്ക്, ഗ്രാഫിക് ഡിസൈനേഴ്സിന് അവരുടെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ അവരുടെ വർക്കൊക്കെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് മെയിൻലി എന്ത് വേണം? ഇൻ്റർനെറ്റ് വേണം. അപ്പോൾ അവരങ്ങനെ ഒരു വർക്ക് ചെയ്ത് നെറ്റിൽ അല്ലെങ്കിൽ വെബിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വൈഡ് ആക്സസ്, അതായത് ഈച്ച് ആൻഡ് എവരി പേഴ്സൺസിന് അത് വേണമെങ്കിൽ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതാണ് മെയിനായിട്ട് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടാണ് ഇൻ്റർനെറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് അവരുടെ പ്രൊഫഷണൽ ലൈഫിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ഇൻ്റർനെറ്റ് പ്രൊഫഷണൽ സർവീസസിൽ യൂസ് ചെയ്യുന്നത്. The freelance writers can be deliver finished articles or books to their publishers the way of email. A graphic designer can upload the finished project to the website, and the consulting business can be assessed through online chat or meeting tools. അപ്പോൾ പ്രൊഫഷണൽസിന് അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ ലൈഫിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനാണ് നമ്മൾ മെയിൻലി ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഫ്രീലാൻസ് റൈറ്റേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ആർട്ടിക്കിൾസും ബുക്സൊക്കെ മെയിൽ വഴി പബ്ലിഷ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഫിനിഷ്ഡ് പ്രൊജക്റ്റ് വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് മെയിൻലി ഇൻ്റർനെറ്റ് പ്രൊഫഷണൽ സർവീസസിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് കാറ്റഗറി വരുന്നതാണ് ഡിജിറ്റൽ ഗുഡ്സ്. ഡിജിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു എക്സാമ്പിൾ മെയിനായിട്ട് ഡിജിറ്റൽ ഗുഡ്സിന് പറയുന്നതാണ് സോഫ്റ്റ്വെയർ ഒക്കെ. സോ ഡിജിറ്റൽ ഗുഡ്സ് എങ്ങനെയാണ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് മോസ്റ്റ് സ്യൂട്ടബിൾ ആവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദ ബിസിനസ് ദാറ്റ് സെൽ ഡിജിറ്റൽ പ്രോഡക്ട്സ് ആർ ഐഡിയലി സ്യൂട്ടഡ് ഫോർ ദ ഇൻ്റർനെറ്റ് ബിക്കോസ് ദ ഇൻ്റർനെറ്റ് ഈസ് എ ഡിജിറ്റൽ മീഡിയം. ഇൻ്റർനെറ്റ് നമ്മൾക്കറിയാം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്ത് ടൈപ്സ് ഓഫ് പ്രൊഡക്റ്റ് ആയിരിക്കും? ഡിജിറ്റൽ പ്രൊഡക്ട്സ് ആയിരിക്കും. സോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഇൻ്റർനെറ്റിൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ പ്രൊഡക്ട്സ് ആയിരിക്കും. സോ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനൊക്കെ അവരുടെ പ്രൊഡക്ട്സ് ഡെലിവർ ചെയ്യാനും അതേപോലെ തന്നെ ആ കസ്റ്റമേഴ്സിലേക്ക് ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾക്ക് ഈ ഡിജിറ്റൽ ഗുഡ്സ് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്കറിയാം ഇൻ്റർനെറ്റിലൊക്കെ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഈ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്? സോഫ്റ്റ്വെയർസൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ്. സോ അപ്പോൾ ഡിജിറ്റൽ ഗുഡ്സിൽ ഇത്രേ പറയുന്നുള്ളൂ. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിജിറ്റൽ മീഡിയമാണ്. സോ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഡിജിറ്റൽ പ്രൊഡക്ട്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ പ്രൊഡക്ട്സൊക്കെ സെല്ല് ചെയ്യാനായിട്ട്, അതായത് കസ്റ്റമേഴ്സിൽ എത്തിക്കാനായിട്ട് നമ്മൾ മെയിൻലി ഈ ഡിജിറ്റൽ ഗുഡ്സിൻ്റെ കേസസിൽ ഇൻ്റർനെറ്റ് മോസ്റ്റ്ലി സ്യൂട്ടബിൾ ആവുമെന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഈ ഡിജിറ്റൽ ഡെവലപ്പേഴ്സിന് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് ഡയറക്റ്റ്ലി എത്തിക്കാനായിട്ട് ഇതുവഴി ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് തേർഡ് കാറ്റഗറിയാണ് പബ്ലിഷിംഗ്. പബ്ലിഷിങ്ങിൽ പറയുന്നത് ദ മാഗസീൻസ് ആൻഡ് ന്യൂസ് പേപ്പർ വർക്ക് ആസ് വെൽ ആസ് ഇൻ്റർനെറ്റ് ബിസിനസ് ബിക്കോസ് ദ ഓണേഴ്സ് ഹാവ് നോ ട്രഡീഷണൽ പ്രിൻറ്റ് റിലേറ്റഡ് പ്രൊഡക്റ്റ് കോസ്റ്റ്. ദ ഇൻ്റർനെറ്റ് പബ്ലിക്കേഷൻസ് also have no deadline limitations, so they can publish content more frequently and easily. പബ്ലിഷിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? മാഗസീൻസ്, ന്യൂസ് പേപ്പേഴ്സ് പോലെയുള്ള വർക്കുകളൊക്കെ നമുക്കറിയാം ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലും നമ്മൾക്ക് അവൈലബിൾ ആണ്. സോ കമ്പയർ ടു ട്രഡീഷണൽ
പ്രിൻറ്റിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതെന്താണ് ട്രഡീഷണൽ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കോസ്റ്റ്ലിയാണ്. പക്ഷേ നമ്മുടെ മോഡേൺ രീതി വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇൻ്റർനെറ്റിൽ നമ്മുടെ ന്യൂസസോ എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി അപ്ലോഡ് ചെയ്യാനും പറ്റും. അതായത് ഫ്രീക്വൻ്റ്ലി ആയിട്ടും ഈസിലി ആയിട്ടും നമ്മൾക്ക് നമ്മുടെ കണ്ടൻറ്റ് പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ അകത്താവുമ്പോൾ നമ്മൾക്കൊരു ഡെഡ് ലൈൻസോ കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഒരു ട്രഡീഷണൽ മീഡിയാസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡെഡ് ലൈൻ ഉണ്ടായിരിക്കും. ഇത്രയും വർക്ക് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇത്രയും പീപ്പിൾസിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വർക്ക്സ് കണ്ടക്ട് ചെയ്യണമെന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇൻ കേസ് ഓഫ് ഡിജിറ്റൽ മീഡിയാസൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഡെഡ് ലൈൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ലിമിറ്റേഷൻസോ, അതായത് ഡെഡ് ലൈൻ ലിമിറ്റേഷൻസോ ഒന്നും ഉണ്ടായിരിക്കില്ല. അവർക്ക് അവരുടെ വർക്ക്, അതായത് ഫ്രീലാൻസറോ ആരോ ആയിക്കോട്ടെ, അവർക്ക് അവരുടെ കണ്ടൻറ്റ് ഈസിലി അതേപോലെ തന്നെ ഫ്രീക്വൻ്റ്ലി പബ്ലിഷ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇൻ്റർനെറ്റ്. സോ പബ്ലിഷിങ്ങിൻ്റെ കേസസിൽ അപ്പോൾ അതാണ് പറയുന്നത്. നമുക്ക് മാഗസീൻ ആയിക്കോട്ടെ, ന്യൂസ് പേപ്പേഴ്സ് ആയിക്കോട്ടെ, അതെല്ലാം ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പബ്ലിക്കിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത്. സോ അതാണ് പബ്ലിഷിംഗ് എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ലാസ്റ്റ് കാറ്റഗറി വരുന്നതാണ് കാറ്റലോഗ്സ്. കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു ബിസിനസ് ഫേമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അതായത് പ്രൊഡക്റ്റ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് എന്താണ് എന്നുള്ളൊരു ഡീറ്റെയിൽസാണ് നമ്മൾ കാറ്റലോഗിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, കാറ്റലോഗ് ആൻഡ് മെയിൽ ഓർഡർ ബിസിനസ് ആർ വെൽ സ്യൂട്ടബിൾ ഇൻ ദ ഇൻ്റർനെറ്റ് ബിക്കോസ് ദ ബിസിനസ് മോഡൽസ് ഈസ് ദ സെയിം ഓൺലൈൻ ആൻഡ് ഇറ്റ്സ് പ്രിൻറ്റ്. ദാറ്റ് മീൻസ് എന്താ പറയുന്നത്, ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് നോക്കുമ്പോൾ അവരുടെ കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും അത് റിലേറ്റഡുമായിട്ടുള്ള പ്രൈസും ഒക്കെ ആയിരിക്കും ഈ കാറ്റലോഗ്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കാറ്റലോഗ്സ് അവർ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ മെയിൽസ് വഴി സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൺസ്യൂമേഴ്സിന് ഈസിലി റീച്ച് ചെയ്യാനായിട്ട് പറ്റും. സോ അതിന് നമ്മൾ ഇൻ്റർനെറ്റ് കോമൺലി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സോ അപ്പോൾ കാറ്റലോഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കാറ്റലോഗ് ആൻഡ് മെയിൽ ഓർഡേഴ്സ് ബിസിനസ് ആർ വെൽ സ്യൂട്ടബിൾ ഫോർ ദ ഇൻ്റർനെറ്റ്. കാറ്റലോഗ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മെയിൽ ഓർഡർ ബിസിനസ്സൊക്കെ മോസ്റ്റ്ലി സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കേസാണ് ഇൻ്റർനെറ്റിൻ്റെ. So in this section we can discuss about two types, emerging business models, and also we discussed about the business suitable for internet. So ഈ രണ്ട് ടോപ്പിക്സ് ആണ് നമ്മൾ മെയിൻലി ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങളിന്ന് ക്ലാസ് കേട്ടിട്ട് ആൻസർ ചെയ്ത് വെക്കേണ്ട ക്വസ്റ്റ്യൻസ്, വാട്ട് ആർ ദ എമർജിംഗ് ബിസിനസ് മോഡൽസ്. എമർജിംഗ് ബിസിനസ് മോഡൽസിൽ നമ്മൾ മെയിൻലി 3 കാറ്റഗറീസ് ആണ് പറഞ്ഞത്. കൺസ്യൂമർ ടു കൺസ്യൂമർ ബിസിനസ് മോഡൽസ്, പിയർ ടു പിയർ ബിസിനസ് മോഡൽ, കോമേഴ്സ് ബിസിനസ് മോഡൽസ്. സോ നെക്സ്റ്റ് കാറ്റഗറി വരുന്നത് നമ്മൾ പറഞ്ഞത് വൈ ഇൻ്റർനെറ്റ് സ്യൂട്ടബിൾ ഫോർ ബിസിനസ്. സോ അതിൻ്റെ അകത്ത് നമ്മൾ മെയിൻലി 4 പോയിൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. പ്രൊഫഷണൽ സർവീസസ്, ഡിജിറ്റൽ ഗുഡ്സ്, പബ്ലിഷിംഗ് ആൻഡ് കാറ്റലോഗ്സ്. ഇതിൻ്റെ ഷോർട്ട് നോട്ട്സ് എഴുതിയിട്ട് മിസ്സിന് സബ്മിറ്റ് ചെയ്യുക ഫോർ അറ്റൻഡൻസ്. താങ്ക് യു.